ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. PM ശ്രീ CPIM നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട CPI സംസ്ഥാന കൌൺസിലിൽ വിമർശനം. PM ശ്രീ വിഷയത്തിൽ CPIM നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് CPI സംസ്ഥാന കൌൺസിലിൽ വിമർശനം. അജിത് കൊളാഡിയാണ് വിമർശനം ഉന്നയിച്ചത്. രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമായെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അമിതമായി ആഹ്ലാദിക്കുവാനോ അഹങ്കരിക്കുവാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവച്ചതിൽ CPI സംസ്ഥാന നേതൃത്വം ഉയർത്തിയ നിലപാട് ശരിവയ്ക്കപ്പെട്ടതിൽ പ്രശംസയും അഭിനന്ദനവുമാണ് സംസ്ഥാന കൌൺസിൽ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും ഉയർത്തിയത്. മുൻമന്ത്രി K രാജുവും അജിത് കൊളാഡിയും മാത്രമാണ് വിമർശനമുന്നയിച്ചത്. ചർച്ച കൂടാതെ ഒപ്പിടുവാൻ പോയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് അന്വേഷിക്കേണ്ടതെന്ന് K രാജു ചോദിച്ചു. ഉത്തരവാദിത്വം ഒരു വ്യക്തിക്കാണെന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ടെന്നും K രാജു പറഞ്ഞു. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ CPIM നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്നാണ് അജിത് കൊളാഡി വ്യക്തമാക്കിയത്. പോരാട്ടം തുടരേണ്ടിവരുമെന്നും അജിത് കൊളാഡി സംസ്ഥാന കൌൺസിലിൽ പറഞ്ഞു. സർവശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകും, കേന്ദ്രം സുപ്രീം കോടതിയിൽ. സർവശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെന്ന് ASG. അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിനാണ് കേന്ദ്രത്തിന്റെ മറുപടി നൽകിയത്. ഈ മാസം 10-ന് ഡൽഹിയിലെത്തി ഫണ്ട് ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിരുന്നു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടി വന്നതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്, എല്ലാവരും പങ്കെടുക്കണം, ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നടൻ മധു. വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണെന്നും വളരെ പ്രധാനമായ കാര്യമാണ് നടക്കുന്നതെന്നും നടൻ മധു. വളരെ പ്രധാനമായ കാര്യമാണ് നടക്കുന്നത്, എല്ലാവരും ഇതിൽ പങ്കെടുക്കണം, ഇതൊരു കടമയാണ്. മുതിർന്നവരും ഇതിന്റെ ഭാഗമാകണം. നാടിന്റെയും നമ്മുടെയും നന്മയ്ക്കു വേണ്ടിയുള്ളതാണിത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം നൽകുവാനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു നടൻ മധുവിന്റെ പ്രതികരണം. നല്ല സഹകരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും ജനം പിന്തുണ തുടരണമെന്നുമാണ് അഭ്യർത്ഥനയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പ്രതികരിച്ചു. ഒരാൾക്കും വോട്ടവകാശം നഷ്ടമാകില്ല, അർഹരായ എല്ലാവരും പട്ടികയിലുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശങ്കകൾ ഇല്ല, ജനം ആവശ്യത്തോടെയാണ് BLOമാരെ സ്വീകരിക്കുന്നത്. നടൻ മധു പറഞ്ഞതുപോലെ എല്ലാവരും പങ്കാളികളാകണം. ഇന്നത്തെ പുരോഗതി കണക്കിലെടുക്കുമ്പോൾ ഫോം പൂരിപ്പിക്കൽ 20 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകും. 2002 വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നൽകും. എല്ലാവരും സഹകരിച്ചാൽ പരാതികളോ പ്രയാസമോ ഇല്ലാതെ SIR പൂർത്തീകരിക്കാനാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കോൺഗ്രസ്. 15 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷജീർ നേമം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുവാൻ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. മുൻ MLA KS ശബരിനാഥൻ അടക്കം 48 പേരുടെ പട്ടികയാണ് ആദ്യം പുറത്തിറക്കിയത്. നഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് UDF ലക്ഷ്യം. 51 സീറ്റ് നേടി നഗരഭരണം പിടിക്കുകയാണ് UDF ലക്ഷ്യം. LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമായ BJPക്കും പിന്നിലാണ് കോൺഗ്രസ്. സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തുകയാണ് KS ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ബീഹാറിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്തുവാൻ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി മുന്നണികൾ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവും അധികാരത്തിലെത്തിയാൽ നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനമെന്ന് BJP നേതാക്കൾ പരിഹസിച്ചു. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്തുവാൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻമാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് എത്തും എന്നാണ് പ്രഖ്യാപനം. ഒരു ക്വിന്റൽ നെല്ലിന് 300 രൂപയും 1 ക്വിന്റൽ ഗോതമ്പിന് 400 രൂപയും
താങ്ങുവിലയ്ക്ക് പുറമെ നൽകുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ നടത്താൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചല്ല, റിട്ടയർമെന്റ് പദ്ധതികളെക്കുറിച്ചാണ് തേജസ്വി യാദവ് ആലോചിക്കേണ്ടതെന്ന് ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ പരിഹസിച്ചു. ബീഹാറിൽ ആഞ്ഞടിക്കുന്നത് NDA സുനാമി ആണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അന്താരാഷ്ട്ര പുരസ്കാരങ്ങളുടെ തിളക്കവുമായി വിക്ടോറിയ തിയേറ്ററുകളിലേക്ക്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. വിദേശത്തും ഇന്ത്യക്കകത്തും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രം വിക്ടോറിയയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. IFFK 2024 മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള ഫിബ്രസി പുരസ്കാരം നേടിയ ശിവരഞ്ജനി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KSFDC ആണ്. കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി KSFDC വനിതാ സംവിധായകർക്കൊരുക്കിയ സംരംഭത്തിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രം ഉടനെ തിയേറ്ററുകളിലെത്തും. ചൈനയിലെ പ്രശസ്തമായ ഷാങ്ഹായ് ഫെസ്റ്റിവലിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു സിനിമയായ വിക്ടോറിയ നിരവധി ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലെ താരമായി. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മീനാക്ഷി ജയൻ ഗോൾഡൻ ഗ്ലോബറ്റ് ഏഷ്യൻ ടാലന്റ് മത്സര വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടിക്കൊടുത്തു. മുഴുവനായും സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഈ ചിത്രം ഒരു ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായ വിക്ടോറിയയുടെ ജീവിതത്തിലൂടെ സമകാലിക കേരളീയ സ്ത്രീ ജീവിതങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാരചനയ്ക്കൊപ്പം എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സംവിധായിക ശിവരഞ്ജനി തന്നെയാണ്. മീനാക്ഷിയെ കൂടാതെ ശ്രീഷ്മ ചന്ദ്രൻ, ജോളി ചിറയത്ത്, ദർശന വികാസ്, സ്റ്റീജ മേരി ചിറക്കൽ, ജീന രാജീവ്, രമാദേവി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2001 മുതൽ 2009 വരെയാണ് ഡിക് ചെനി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത്. 9/11 ആക്രമണത്തിന് ശേഷം അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് തീവ്രവാദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഡിക് ചെനിയായിരുന്നു. ഇറാഖിലേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ അധിനിവേശത്തെ ആദ്യകാലത്ത് പിന്തുണച്ച നേതാവ് കൂടിയായിരുന്നു ഡിക് ചെനി. എന്നാൽ റിപ്പബ്ലിക്കൻ നേതാവായിരുന്ന ഡിക് ചെനി അവസാന കാലത്ത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. 1941 ജനുവരി 30 നെബ്രാസ്കയിലെ ലിങ്കണിൽ ജനിച്ച ഡിക് ചെനി 1960കളുടെ അവസാനത്തിലാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡിന്റെ വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വ്യോമിംഗിനു വേണ്ടി 6 തവണ US പ്രതിനിധി സഭയിൽ ഇരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.